ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ, ഇതാണ് ബ്ലോഗ് മച്ചാൻസ് പുതിയൊരു കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്താണെന്നാലും പപ്പ താണ്ട് ഇവിടെ ഒരുങ്ങിയൊക്കെ വന്ന് ഇപ്പോൾ എന്തിനാ എവിടെ പോകാനാ? രാവിലെ എന്നെ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട്. ഇത് ബീഫ് വാങ്ങിക്കാൻ പോകാം. എന്തെങ്കിലും പരിപാടി ഉണ്ടോ സ്പെഷ്യലായിട്ട്? ബീഫ് കൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്തെങ്കിലും പരിപാടി ചെയ്യോ? ഇത് മൈക്ക് കേട്ടോ, പുതിയ മൈക്ക്. എനിക്ക് പോവല്ലേ? ഓക്കെ, ഉണ്ടെങ്കിൽ അതിന്റെ സമയം ഇത്രയുണ്ടാന്ന്. എത്ര മണിയായി? എന്നാ പോട്ട്, വണ്ടി ഏതെങ്കിലും പോട്ട്. ഓക്കെ, സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായത് ജോർജ് ചിക്കൻ ആൻഡ് മീറ്റ് സ്റ്റാൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിക്കനും ഉണ്ട്, ഇവിടെ ബീഫും ഉണ്ട്. ഇതാണ് അവസ്ഥ. ഓ, ചേട്ടന്റെ കട എന്തായാലും യൂട്യൂബിൽ വരും. പേര് വേണ്ടേ? നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമുക്ക് പേര് വേണ്ടേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര വാങ്ങിക്കുന്നേ? നോക്കി 1 കിലോ. ലിവറും വന്നിട്ടുണ്ട്. ലിവർ ഓണായി. നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ ആയി കാറ്റല്ലോ. അതുമല്ല പലചാക്കി വെട്ടുമ്പോ എവിടുന്നാ കത്തിക്കുന്നത്? നമ്മള് പറ്റാക്കി അങ്ങനെ. ഓക്കെ, സെറ്റ്, അടിപൊളി. ചേട്ടന്റെ പേരെന്ത് വരുന്നു? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ പട്ടാഴി പ്രദേശം, ഏനാത്ത് പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ജെ ചിക്കൻ, ബീഫ്, പോത്തെ, കാള എല്ലാം ഉണ്ട്. ഓർഡർ അനുസരിച്ച് ഓർഡർ പിടിച്ചിട്ടില്ല സാധനമല്ലോ. നമ്മുടെ മുന്നിൽ കഴിക്കുന്ന സാധനം വലിയ വലിയ ഓർഡർ ഉണ്ടെങ്കിലോ, വലിയ വലിയ കല്യാണത്തിന് ഓർഡർ എല്ലാം എല്ലാത്തിനും ഈ സാധനം ഇട്ടേക്കുന്നേ. എല്ലാം സെറ്റ്, എല്ലാം ക്ലിയർ, നീറ്റ്. ഇതൊക്കെ നമ്മളൊരു 10 കിലോ കൊടുക്കുക. കണ്ടോ, ഒരു 10 കിലോ കണ്ടോ, ഒരു വര പോലും ഇല്ല. കണ്ടോ, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കൊടുക്കപ്പെടും. നമ്മുടെ ജോലി വൃത്തിയാ. 1/2 കിലോ വേറെ. അപ്പൊ എന്തായാലും എന്നാ പിന്നെ അപ്പനാണെങ്കിൽ തകർത്ത് വെച്ച് പറയണം. എന്നാ പിന്നെ 1/2 കിലോടെ വേണം. അത്രേ ഉള്ളൂ. നോക്കട്ടെ, നമ്മുടെ ആണെങ്കിൽ ചാനൽ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വീഡിയോ വരും. ചേട്ടൻ ഫേമസ് ആയി. നമ്മുടെ നാട്ടിൽ നമ്മളെ പിന്നെ ജീവിതമല്ല, പിന്നെ വേറെ എവിടെ പോയി ജീവിക്കാനാ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വയസ്സ് 47. നമ്മുടെ നാട്ടിൽ ജീവിച്ചില്ലെങ്കിലേ 40 ഉള്ളൂ. ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ, എന്തായാലും നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ഒക്കെ പോയി. ഇത് പരിപാടി. ഹലോ. ഒക്കെ രാവിലെ ടോയ്ലറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് കിടക്കുക. സുഖമല്ലേ? അങ്ങനെയാണ് കാര്യങ്ങള്. ഇന്ന് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടാം, നോക്കട്ടെ. രാവിലെ എന്തായാലും ഉറക്കത്തിലായിരുന്നു. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. 8 മണിയുടെ സമയത്ത് നമ്മൾ രാവിലെ വിളിച്ച് ബുക്ക് ചെയ്താണ്. വർക്കൗട്ട് ചെയ്യാൻ ഇനി തുടങ്ങണം. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുവാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തിട്ട് വീഡിയോയിലേക്ക് തുടങ്ങാം. ഓക്കെ, യെസ്. അപ്പം ഗൈസ്, നമ്മൾ എന്തായാലും ബീഫ് കട്ട് ചെയ്യാൻ പോവാണ്. കരള് തന്നിട്ടുണ്ട്. രാവിലെ അങ്ങനെ പപ്പ കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുന്നല്ലേ? എന്താ അഭിപ്രായം? എന്നിട്ട് വീട്ടുകാരുടെ അഭിപ്രായം എന്തായിരുന്നു? നല്ലതാ, നല്ല ബീഫാ. അപ്പൊ എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ബീഫ് കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പപ്പയാണെങ്കിൽ ഇത് നല്ല കുക്കറിനകത്തിട്ടിട്ട്, കുക്കർ അടിക്കൊന്നുമല്ല, നല്ല വിറകടുപ്പിൽ വെക്കാൻ പോവാണ്. ഡയറക്റ്റ് വിറകടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോകും. എത്ര മണിക്കൂർ എടുക്കുമായിരിക്കും? 3 മണിക്കൂറെങ്കിലും എടുക്കില്ലയോ?
3 മണിക്കൂർ വേവിച്ചതിന് ശേഷം അതേസമയം ഇവിടെ അമ്മച്ചി താണ്ട മസാലയൊക്കെ അടിക്കുന്നുണ്ട്. ഉണ്ടോ? സവാളയൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഹായ് പറ, ഇങ്ങോട്ട് നോക്ക്. ഹായ്. അത്രേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ മസാലയൊക്കെ അടിക്കുന്നുണ്ട്. എന്തായാലും ഉള്ളി വഴണ്ട്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ ചെയ്തു? കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ മുറിച്ചിട്ടു. ഇതിനകത്ത് വേറെ നെയ്യോ ഉരുക്ക് നെയ്യ് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. വെളിച്ചെണ്ണ. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടു, ഉള്ളി ഇട്ടു, തേങ്ങ കൊത്തിട്ടു. അത് ഒന്ന് വന്നപ്പം ഉള്ളി ഇട്ടു, സവാള. ഇവിടെ ഇപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് കാണിക്കാന്നുള്ള രീതിയാണ്. ഞാൻ വരുന്നതിന് മുന്നേ എല്ലാ പരിപാടിയും തുടങ്ങി വെച്ചു. അപ്പൊ എന്തായാലും ഇത് പൂർവികരായിട്ട് കൈമാറി വന്ന റെസിപ്പികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മള് വെക്കുന്ന രീതിയല്ല, നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പഴയ ആൾക്കാർ വെക്കുന്ന രീതി, അതായത് ഈ അമ്മച്ചിയുടെ കാലഘട്ടങ്ങളിൽ വെച്ചുകൊണ്ടിരുന്ന രീതിയാണ്. നമ്മൾ വെക്കുന്ന ഈ സ്റ്റൈലേ അല്ല. എന്തായാലും ഈ ഒരു സംഭവം കാണാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് പോവാം. ഇതിനകത്ത് സ്കിപ്പ് അടിക്കാതെ കാണുവാണെങ്കിൽ കുറെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ലൈക്ക് അടിച്ച്, ഫോളോ അടിച്ച്, സബ്സ്ക്രൈബ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് കാണുക. പുതിയ പുതിയ കിടിലൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എന്താ പറയാ, നല്ല ബീഫ് പെരട്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനോട് നല്ല പൊറോട്ട അടിപൊളിയാക്കി എടുക്കാനുള്ള പ്ലാനാണ്. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടെ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാത്ത നമ്മുടെ ബീഫിനകത്തോട്ട് ആണ് നമ്മൾ ഇതൊക്കെ ഇടുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴറ്റി വെച്ച് സവാളയ്ക്കകത്തോട്ട് മസാല പൊടികളെല്ലാം ഇടുമ്പോൾ ഇവിടുത്തെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ഈ തിളച്ച് നല്ല വൃത്തിക്ക് വന്നിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ഇടുകയാണ്. ഇത് മുഴുവനും ഇടുന്നുണ്ടോ? മല്ലിയിലയാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഉപ്പിടുക. അപ്പൊ എന്തായാലും ഉപ്പിടാൻ പോവാണ്. അത് ഒരു കൈക്കണക്ക് എന്നുള്ള രീതിയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഈ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബീഫിന്റെ മീറ്റിനകത്തോട്ട് നല്ല വൃത്തിക്ക് ഇതിന്റെ മസാല എല്ലാം പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഇനി എന്തോ കുരുമുളക് ഇടാൻ പോവാണ്. നമ്മുടെ ബീഫ് വിറകടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. 2 മണിക്കൂർ ആകുമ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴറ്റി വെച്ചിരിക്കുന്നതാണ്ടേ, വഴറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള എല്ലാം കൂടെ നമ്മൾ ഇനി ഡയറക്റ്റ് നമ്മൾ ബീഫിനകത്ത് ഇടുകയാണ്. അതാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് സംഭവം. ഇങ്ങനെയുള്ളപ്പോൾ ഉള്ള പ്രത്യേകത എന്തുവാ? എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളും എല്ലാം ഉണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ? ഇങ്ങനെ ചെയ്തെല്ലാം ഗുണമുള്ളത്. എല്ലാം കൂടെ ഇട്ട് പിടിച്ച് നല്ല കുഴമ്പ പരുവത്തിന് എടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ വാരി ഇടുന്നുണ്ട്. ഇതിനി 1 മണിക്കൂർ കിടക്കും. 1 മുക്കാൽ മണിക്കൂർ തീയിൽ കിടക്കും. പിന്നെ ബാക്കി ഒരു അരമണിക്കൂർ നമ്മൾ തീ ഓഫ് ആക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചോണ്ടിരിക്കും. ഇല്ലയോ? അടച്ചു വെച്ച് അരമണിക്കൂർ തീ കുറച്ചിട്ട് വെച്ചേക്കും. ഇല്ലയോ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കായം ഒന്ന് കാണിച്ചിട്ട്. ഇതാണ് കട്ട കായം. കായം നമ്മൾ ഇടാൻ പോവാണ്. ഞങ്ങളൊക്കെ ഇടുവോന്ന്, ഞങ്ങൾക്ക് കായ പൊടിയാ ഇടുന്നത്. ഞങ്ങള് കട്ടയാ ഇടുന്നേ, അതാ രുചി. പിടിച്ചോളും, അവിടെ കിടന്ന് ഉരുവി പിടിക്കും. അപ്പൊ എന്തായാലും കായം ഇട്ടിട്ടുണ്ട്. മസാല ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്യുന്നത്? മസാലപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതാ. അപ്പൊ എന്തായാലും കണ്ടോ, ഇതൊക്കെ അതിൻ്റെതായ സമയത്തിനാണ് ഇടുന്നത്. ആ ഒരു സമയമാണ് ഇതിൻ്റെതായ രീതി എന്ന് പറയുക. ആണ്ടെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇളക്കുന്നുണ്ട്, നല്ല വൃത്തിക്ക് ഇളക്കിയിട്ടുണ്ട്. ഞാൻ കായം അലിഞ്ഞലിഞ്ഞ് ചേരണം. ഓക്കെ അല്ലേ? അപ്പോൾ അവസാനത്തെ ഉലുവാപ്പൊടി ആ അവസാനത്തെ ചേരുവ അതിടുമ്പോൾ കറക്റ്റ് ആവും. അത് കഴിഞ്ഞു. ഇനി ഇത് തിളച്ച് വെന്ത് അരമണിക്കൂർ കിടക്കണം. ഓക്കെ. ഓർഡർ വീഡിയോയിൽ കണ്ടതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഒന്ന് മേക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ. 1 മണിക്കൂറിന് ശേഷം തീയെല്ലാം അണച്ചിട്ട് പിന്നീട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്ന് നോക്കുക. അപ്പോൾ കറക്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അതായത് നല്ല സ്പോഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കറി ഇന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നല്ല രീതിയിൽ ഒരു ചൂടാക്കി ഒന്ന് പെരട്ട് സെറ്റപ്പിലാക്കി എടുക്കുക, എന്നിട്ട് കഴിക്കണം. അവിടെ പീസൊക്കെ എടുത്തിട്ട് കഴിച്ചു നോക്കുക.
മുഖത്തെല്ലാം പൗഡറെല്ലാം വായിച്ചിരിക്കുവാണല്ലോ. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുമായിരുന്നു. വീഡിയോ എടുക്കാന്ന് പറഞ്ഞോണ്ടാ കുളിച്ച് ഫ്രഷ് ആയത്. എങ്ങനെയുണ്ട്? നല്ലതാ. പൊറോട്ട എങ്ങനെയുണ്ട്? പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ട. സോഫ്റ്റ് ആണ്. കട്ടിയുണ്ടോ? കട്ടി കുറവാ. കട്ടിയുണ്ട്. കട്ടിയില്ല. നല്ല പൊറോട്ടയാണ്. നല്ല അടിപൊളി അല്ലയോ? ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്ന്. ഇതിനകത്ത് തന്നെ വേറെ പൊറോട്ട ഇരിപ്പുണ്ട്. ഇനി എനിക്ക് എടുക്കാനും ഇല്ല. അതുകൊണ്ട് കഴിച്ചോ. ആ അവിടെ ഞാനും എടുക്കുകയാണ്. പൊറോട്ട സോഫ്റ്റാണ് കേട്ടോ. അല്ല രാവിലെ തന്നെ ഉണ്ടാക്കിയത്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതാ അതുകൊണ്ട് പൊറോട്ട കണ്ട ഒരു പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ഓക്കെ. പൊറോട്ടയുടെ കൂട്ടത്തിൽ ബീഫ് ഫ്രൈനേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് വെച്ചാൽ ഓവർ ഗ്രേവി ഇല്ലാതെ പെരട്ടോ സെറ്റപ്പ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇന്നലത്തെ ബീഫ് ഇന്ന് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും, ഹാർഡ്നെസ് കുറയും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒന്നും പറയില്ല. നല്ല മസാല ഒക്കെ പിടിച്ചിട്ടില്ല. ഇപ്പം ഇന്നലത്തേനൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ പറയാം. ഇപ്പം അമ്മച്ചിയുടെ റെസിപ്പിയാണ്. കണ്ടവർക്കൊക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം? എന്താ? അടിപൊളിയായിട്ടുണ്ട്. കപ്പയല്ലേ ഇത്? ചക്കയാ. ചക്ക വേവിച്ച അതൊക്കെയാ തിന്നുന്നേ. എന്തായാലും ഒരു ഹായ് കൊടുത്തു തരും എല്ലാവർക്കും. ബൈ. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത്രയേ ഉള്ളൂ കണ്ടിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് നോക്കി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ബീഫ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ എന്തായാലും പുതിയൊരു കണ്ടന്റുള്ള വീഡിയോസ് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.